ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഒരു വലിയ യാത്രയിലാണ് പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്ര. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ എവിടെയാണ്? ഒരു നിമിഷം നിങ്ങൾ ഫോണെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ വീഡിയോയിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ 6 ഘട്ടങ്ങൾ, അതായത് 6 ലെവലുകളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഓരോ ലെവലും ഒരു മലയാള സിനിമയിലെ വ്യത്യസ്ത രംഗങ്ങൾ പോലെയാണ്. ചിലത് ഡ്രാമ, ചിലത് ആക്ഷൻ, ചിലത് ശാന്തമായ ഗാനരംഗം. ഈ യാത്രയുടെ അവസാനം നിങ്ങളുടെ ജീവിതം എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാം എന്നുകൂടി പിടികിട്ടും. ഓക്കെ, ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ നിങ്ങൾ ഈ ലോകത്ത് 2 അവസ്ഥകളിൽ ഏതെങ്കിലും ഒന്നിലാണ് ജീവിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം, കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ്. ഒന്നുകിൽ നിങ്ങൾ ബോധപൂർവം വളർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അബോധാവസ്ഥയിൽ ഒരേ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതാണ് നിങ്ങൾ എന്ന് തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ചില പാറ്റേണുകളുണ്ട്. ഒരുതരം കെണിയിലകപ്പെട്ട പോലെ കണ്ണടച്ചുകൊണ്ട് ഒരേ കാര്യങ്ങൾ ആവർത്തിക്കുകയാണോ നിങ്ങൾ? ഭയപ്പെടുത്തുന്ന ഒരു സത്യം ഞാൻ പറയട്ടെ, നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ കെണിയിൽ നിന്നും ഒരിക്കലും പുറത്തു വരുന്നില്ല. എന്നാൽ വിഷമിക്കണ്ട, ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാനാകും. നിങ്ങളുടെ ജീവിതത്തെ ഇന്നത്തെ രൂപത്തിലാക്കിയ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അദൃശ്യരേഖ, അതായത് ഒരു ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് മുന്നിൽ തെളിയും. അതിലുപരിയായിട്ട് ഈ കെണിയിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ വഴികളും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ ജീവിതത്തിന്റെ ഉയരങ്ങളിലേക്ക് പറന്നുയരണോ അതോ ഈ കെണിയിൽ തന്നെ കുടുങ്ങിക്കിടന്നാൽ മതിയോ എന്നത് നിങ്ങൾക്ക് ഈ അറിവിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഞാൻ തുടങ്ങട്ടെ. അപ്പോൾ ഒന്നാമത്തെ ലെവലാണ് ഇരയായി ജീവിക്കുകയാണോ നിങ്ങൾ, അതായത് ഒരു വിക്ടിം മൈൻഡ് സെറ്റ്. എല്ലാം എന്നെ തേടി വരുന്നു എന്നുള്ളൊരു ചിന്ത. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം നമ്മൾ വിശ്വസിക്കാൻ പഠിച്ചത് എന്താണ്? ഈ ലോകം നമ്മളെ നിയന്ത്രിക്കുന്നു, നമ്മൾ അതിന്റെ ദയയ്ക്ക് മാത്രം വിധേയരാണെന്ന്, അല്ലേ? ജീവിതം നമുക്ക് വെറുതെ സംഭവിക്കുന്ന ഒന്നാണെന്നും നമ്മൾ അതിൽ നിസ്സഹായരായ കാഴ്ചക്കാർ മാത്രമാണെന്നും നമ്മൾ കരുതും. ഒരു തരം പോരാട്ടങ്ങളുടെയും നിരാശകളുടെയും എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതിയെന്ന അതിജീവനത്തിന്റെയും ആയ ഒരു ചക്രത്തിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുന്നതായും തോന്നും. രാവിലെ കണ്ണു തുറക്കുമ്പോൾ ഇന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു നിശ്ചയവുമില്ല. ചിലപ്പോൾ നല്ല ദിവസങ്ങളായിരിക്കും, ചിലപ്പോൾ മോശം ദിവസമായിരിക്കും. പക്ഷേ എപ്പോഴും ഒരുതരം നിസ്സഹായത നമ്മളെ പിന്തുടരും. എത്ര ശ്രമിച്ചിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടും കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലെന്ന് തോന്നും. എന്തെങ്കിലും എപ്പോഴും തെറ്റിപ്പോകും. ആരെങ്കിലും എപ്പോഴും നമ്മളെ നിരാശപ്പെടുത്തും. ഈ ജീവിതം എന്തിനാണ് എന്നോട് മാത്രം ഇങ്ങനെ എന്ന് നമ്മൾ പലപ്പോഴും സ്വയം ചോദിച്ചു പോകും. ഇത് പ്രവചിക്കാൻ പറ്റാത്തതും ക്രൂരവും തീർത്തും നീതിയില്ലാത്തതുമായി നമുക്ക് തോന്നും, അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രതികരിക്കും. നമുക്കെതിരാണെന്ന് തോന്നുന്ന സാഹചര്യങ്ങളോട് നമ്മൾ കലഹിക്കും, പോരാടും. പക്ഷെ നമ്മൾ എത്രത്തോളം തിരിച്ചു പോരാടുന്നുവോ അത്രത്തോളം ശക്തിയോടെ ജീവിതം നമ്മളെ തിരിച്ച് തള്ളിയിടും. ശരിയല്ലേ? ഒരു തിരമാല കരയിലേക്ക് വന്ന് തിരികെ പോകുന്നത് പോലെ ഓരോ തിരിച്ചടിയും നമ്മൾ വ്യക്തിപരമായി എടുക്കും. ഓരോ പരാജയവും ജീവിതത്തിന്റെ അവസാനമാണെന്ന് തോന്നും. നമ്മൾ അറിയാതെ ലക്ഷക്കണക്കിന് ആളുകളെ കുടുക്കിയിട്ടിരിക്കുന്ന ഒരു കെണിയിലേക്ക് നമ്മൾ വീഴും. അതാണ് ഈ ഞാൻ ആദ്യം പറഞ്ഞ ലെവൽ 1, ഈ വിക്ടിം മെന്റാലിറ്റി അഥവാ ഇരയുടെ മാനസികാവസ്ഥ. ഇതാണ് ബോധാവസ്ഥയുടെ, അതായത് കോൺഷ്യസ്നെസ്സിന്റെ ഏറ്റവും താഴത്തെ നില, ലെവൽ 1. നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നില്ലേ? ഈ ലെവൽ 1 എന്ന് പറയുന്നത് ആളുകൾക്ക് തീർത്തും നിസ്സഹായരായി തോന്നുന്ന ഒരിടാണ്. തങ്ങളുടെ ഭൂതകാലത്തിന്റെ കെട്ടുപാടുകളിൽ കുടുങ്ങി ഭയങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ട് തങ്ങൾക്കുണ്ടാകുന്ന ഓരോ വേദനയ്ക്കും പുറം ലോകത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ. ഞാൻ കടന്നുപോയ അവസ്ഥയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്ര കൃത്യമായിട്ട് പറയുന്നത്. നിങ്ങളിത് എല്ലാ സ്ഥലത്തും കാണാം. ആളുകൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാം, എന്തുകൊണ്ടാണിത് എപ്പോഴും എനിക്ക് മാത്രം സംഭവിക്കുന്നത്? എനിക്ക് ഒരിക്കലും ഒരു നല്ല അവസരം കിട്ടില്ലേ?
ഞാൻ എന്ത് ചെയ്താലും ഈ ജീവിതം എന്നെ താഴോട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന്, അല്ലേ? അവർ വിശ്വസിക്കുന്നത് ഈ ജീവിതം തങ്ങൾക്ക് എതിരാണെന്നാണ്. തങ്ങൾക്ക് മോശം ചീട്ടുകളാണ് കിട്ടിയതെന്നും തങ്ങളുടെ സാഹചര്യം മാറ്റാൻ തങ്ങൾക്കൊരു കഴിവുമില്ലെന്നും അവർ ദൃഢമായി വിശ്വസിക്കും. അവർ എത്രത്തോളം അത് വിശ്വസിക്കുന്നുവോ അത്രത്തോളം അത് അവരുടെ ജീവിതത്തിൽ സത്യമായി മാറും. കാരണം ഒരു സത്യം ഞാൻ പറയട്ടെ, നിങ്ങൾ നിങ്ങളെ ഒരു ഇരയായിട്ട് കാണുമ്പോൾ ജീവിതം നിങ്ങൾക്ക് എതിരാണെന്നതിന് നിങ്ങൾ അബോധപൂർവം തെളിവുകൾ തേടും. ഓരോ നിരസിക്കലും, ഓരോ തെറ്റും, ഓരോ ബുദ്ധിമുട്ടും ലോകം നീതിയില്ലാത്തതാണെന്നതിന് പുതിയ തെളിവുകളായി നിങ്ങൾ കാണും. നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ കാണില്ല, വളർച്ച കാണില്ല, പാഠങ്ങൾ ഉൾക്കൊള്ളില്ല. നിങ്ങൾ പോരാട്ടം മാത്രം കാണും. ഒരു കാര്യം നിങ്ങൾ ആഴത്തിൽ വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ അതിനെ നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കി മാറ്റും. ഭയം നിങ്ങളെ പൂർണ്ണമായി കീഴടക്കും. മാറ്റങ്ങൾ നിങ്ങൾ ചെറുക്കും. കാരണം മാറ്റം കൂടുതൽ വേദന മാത്രമേ നൽകൂ എന്ന് നിങ്ങൾ അനുമാനിക്കും. നിങ്ങൾ സ്വയം തടസ്സപ്പെടുത്തും. കാരണം ആഴത്തിൽ നിങ്ങൾ പരാജയം പ്രതീക്ഷിക്കുന്നു. ജീവിതം നിങ്ങളെ ചുറ്റും തട്ടി നീക്കുന്നതിന് പകരം നിങ്ങൾക്കതിനോട് പ്രതികരിച്ച് മാത്രം ജീവിക്കും. ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങളെങ്കിലും ഇത് മനസ്സിലാക്കണം കേട്ടോ. ഞാൻ പലരോടും പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ആർക്കും അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അതായത് മിക്ക ആളുകളും ഈ ലെവലിൽ, ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഈ ലെവലിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടുന്നില്ല എന്നതാണ്. അവർ വെറുക്കുന്ന ജോലികളിൽ കുടുങ്ങിക്കിടക്കും, വിഷലുപ്തമായ ബന്ധങ്ങളിൽ തുടരും. അവർക്ക് ഇതിലും നല്ലതൊന്നും അർഹിക്കുന്നില്ലെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് സാധാരണ ജീവിതത്തിൽ ഒതുങ്ങിക്കൂടും. അവർ പോരാട്ടം തന്നെയായിട്ട് മാറും. എന്നാൽ ഞാൻ നിങ്ങളോട് രഹസ്യം പറയട്ടെ, ഇതൊരു താൽക്കാലിക ഘട്ടം മാത്രമാണ്. നിങ്ങൾ എന്നെന്നും ഈ അവസ്ഥയിൽ ഇങ്ങനെ തുടരേണ്ട ഒരാവശ്യവുമില്ല. ഈ കെണിയിൽ നിന്ന് പുറത്തു വരാൻ ഒരു വഴിയുണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ? അങ്ങനെ ഒരു വഴി തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം. ഇപ്പോൾ ചോദ്യം ഇതാണ്, നിങ്ങൾക്കതിന് കഴിയുമോ എന്ന്. അതോ നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ അവിടെ തന്നെ തുടരുമോ? മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും സങ്കടപ്പെട്ടും ഒരേ വേദനാജനകമായ ചക്രങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചും നിങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുമോ? തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ കൈകളിലാണ്. പ്രിയപ്പെട്ടവരെ, അടുത്ത ഭാഗത്ത് ഈ കെണിയിൽ നിന്നും പുറത്തു വരാൻ എന്താണ് വേണ്ടതെന്ന് ഞാൻ വിശദമായിട്ട് പറയാട്ടോ. ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അവബോധത്തിൻ്റെ, അതായത് കോൺഷ്യസ്നെസ്സിൻ്റെ ഒന്നാമത്തെ ലെവലായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് രണ്ടാമത്തെ ലെവലാണ്. എല്ലാം എൻ്റെ നിയന്ത്രണത്തിലാക്കാനുള്ള ശ്രമം. അതാണ് രണ്ടാമത്തെ ലെവൽ. കുറേ പേര് ഒന്നാമത്തെ ലെവലിൽ തന്നെ സ്റ്റക്കായി കിടക്കുകയാണ്, ആ ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ്. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് കുറേ പേര് രണ്ടാമത്തെ ലെവലിലേക്ക് വരും. അപ്പം അവരെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ലെവൽ 2. വർഷങ്ങളോളം നമ്മൾ നിസ്സഹായരായിട്ട് ജീവിച്ചു. ജീവിതം വെറുതെ നമ്മുടെ മുന്നിലൂടെ ഒഴുകി പോകുന്നു എന്ന് നമുക്ക് തോന്നി. എന്നാൽ ഒരു ദിവസം രാവിലെ ഒരു പുതിയ തിരിച്ചറിവ്, അതായത് ഒരു സ്പാർക്ക് ഉണ്ടാവും. എനിക്ക് ഈ ജീവിതത്തിൽ നിയന്ത്രണമുണ്ടെങ്കിലോ? ഇവിടെയാണ് നമ്മുടെ യാത്രയുടെ ഏറ്റവും വലിയ വഴിത്തിരിവ് ആരംഭിക്കുന്നത്. ശരിയല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ കേൾക്കുന്ന പലരും ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലുള്ള ഒരുപാട് പേരുണ്ടാവും. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ സ്പാർക്ക് വരുന്നു. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ് എന്നൊരു തോന്നൽ. ഇതാണ് ലെവൽ 2. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡ്രൈവറിൻ്റെ സീറ്റിലേക്ക് നിങ്ങൾ കയറുന്ന ഘട്ടം. ഈ ഒരു ലെവലിൽ നമ്മൾ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാൻ തുടങ്ങും, വ്യക്തമായ പദ്ധതികൾ തയ്യാറാക്കും, അതിമോഹത്തോടെ മുന്നോട്ട് പോകാൻ തുടങ്ങും. നമ്മൾ സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കും, കൂടുതൽ ഉൽപാദകക്ഷമതയുള്ളവരായിട്ട് മാറും, അതായത് പ്രൊഡക്റ്റീവ് ആവും. നമ്മുടെ വ്യക്തിപരമായ ശക്തിയെ നമ്മൾ തിരിച്ചറിയും. ഇതാണ് നേട്ടങ്ങളുടെയും ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെയും ഒരു ഘട്ടം. നിങ്ങൾ വിജയത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങും. ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമത്തെക്കുറിച്ചും പോസിറ്റീവ് ചിന്തയുടെ ശക്തിയെക്കുറിച്ചും എല്ലാം നിങ്ങൾ പഠിക്കും.
ശരിയായ ചിന്തകളോടെ കഠിനാധ്വാനം ചെയ്താൽ, ശ്രദ്ധയോടെയും ലക്ഷ്യബോധത്തോടെയും നിന്നാൽ നമുക്ക് നമ്മുടെ സ്വപ്ന ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ആദ്യമൊക്കെ ഇത് നിങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിട്ടൊക്കെ തോന്നും. നിങ്ങൾ ലക്ഷ്യങ്ങൾ വെക്കും, അത് നേടും, നിങ്ങൾ വിജയം മനസ്സിൽ കാണും. ചിലപ്പോൾ അത് എവിടെ നിന്നോ വരുന്നത് പോലെയൊക്കെ തോന്നും. നിങ്ങളുടെ സ്വന്തം വിധിയുടെ യജമാനനാണെന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങും. ആദ്യമായി നിങ്ങൾക്ക് ശക്തി ലഭിച്ചതായി തോന്നും. ജീവിത സാഹചര്യങ്ങളുടെ ഇരയാകുന്നതിനു പകരം നിങ്ങളുടെ ഭാവിയുടെ ഉടമസ്ഥാവകാശം നിങ്ങൾ ഏറ്റെടുക്കും. നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ നിങ്ങൾ അതിനായി കഷ്ടപ്പെട്ട് പ്രവർത്തിക്കും. നിങ്ങൾക്ക് സന്തോഷം വേണമെങ്കിൽ നിങ്ങൾ അത് സൃഷ്ടിക്കും. ശരിയല്ലേ? ഒരു ലെവലിലൂടെ ഒരുപാട് പേര് കടന്നുപോയിട്ടില്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അതായത് കാലക്രമേണ വിചിത്രമായ എന്തോ ഒന്ന് നമുക്ക് സംഭവിക്കാൻ തുടങ്ങും. നിങ്ങൾ എത്രത്തോളം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം പ്രതിരോധം നിങ്ങൾക്ക് നേരിടേണ്ടി വരും. എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വഴങ്ങില്ല. ചില കാര്യങ്ങൾ നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും നിങ്ങൾ ആസൂത്രണം ചെയ്ത രീതിയിൽ നടക്കില്ല. നിങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ തടസ്സങ്ങളിൽ ചെന്ന് തട്ടും. അപ്രതീക്ഷിത പരാജയങ്ങൾ ഉണ്ടാകും. വ്യക്തിപരമായ പോരാട്ടങ്ങൾ വരും. അതായത് നിങ്ങളുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള കാര്യങ്ങൾ സംഭവിക്കും. നിരാശ നിങ്ങളെ കീഴടക്കാൻ തുടങ്ങും. നിങ്ങൾ ചിന്തിക്കും, ഞാൻ മതിയായത്ര ചെയ്യുന്നില്ലേ? അപ്പോൾ നിങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യും. നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും ഇരട്ടിയാക്കും. കൂടുതൽ അച്ചടക്കം, പുതിയ തന്ത്രങ്ങൾ, പുതിയ വിഷ്വലൈസേഷൻ. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ വശവും നിയന്ത്രിക്കുന്നതിൽ നിങ്ങൾ മുഴുകിപ്പോകും. ഒരു നിമിഷം ശ്രദ്ധ തെറ്റിയാൽ എല്ലാം തകരുമോ എന്ന് നിങ്ങൾ ഭയപ്പെടും. എന്നാൽ കൂടുതൽ ശക്തിയുള്ളവരായി തോന്നുന്നതിന് പകരം നിങ്ങൾക്ക് കെണിയിൽപ്പെട്ടതായിട്ട് തോന്നും. ഈ നിയന്ത്രണത്തിന്റെ ഭാരം നിങ്ങളെ പൂർണ്ണമായി തളർത്തും. ഓരോ കാര്യത്തിന്റെയും ഫലം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് നിങ്ങൾക്ക് തോന്നും. എന്തെങ്കിലും തെറ്റിപ്പോയാൽ നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പരാജയപ്പെട്ടതായിട്ട് തോന്നും. ഏറ്റവും മോശമായ കാര്യം എന്താണെന്നോ? നിങ്ങളുടെ സ്വന്തം ചിന്തകളെ നിങ്ങൾ ഭയപ്പെടാൻ തുടങ്ങും. ഞാൻ എന്തെങ്കിലും നെഗറ്റീവായി ചിന്തിച്ചാൽ ഞാൻ എന്തെങ്കിലും മോശം കാര്യം ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുമോ എന്ന് നിങ്ങൾക്ക് സങ്കടം തോന്നാനും കഷ്ടപ്പാടുകൾ അംഗീകരിക്കാനും എപ്പോഴാണ് വഴിതെറ്റിയതെന്ന് സമ്മതിക്കാനും ഭയമാകും. കാരണം ഈ ഘട്ടത്തിൽ നിയന്ത്രണം എല്ലാമാണ്. ആ നിയന്ത്രണത്തെ ഭീഷണിപ്പെടുത്തുന്ന എന്തും അപകടകരമായിട്ട് തോന്നും നിങ്ങൾക്ക്. ഇവിടെയാണ് പലരും കുടുങ്ങിക്കിടക്കുന്നത്. ശാക്തീകരണത്തിനും ഉത്കണ്ഠയ്ക്കുമിടയിൽ, പുരോഗതിക്കും സമ്മർദ്ദത്തിനുമിടയിൽ. എന്നാൽ നിയന്ത്രണമല്ല യഥാർത്ഥ ഉത്തരമെങ്കിലോ? വെറുതെ കാര്യങ്ങൾ സംഭവിക്കുന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലോ? സമാധാനത്തിന്റെ യഥാർത്ഥ രഹസ്യം ജീവിതത്തെ നിയന്ത്രിക്കുകയല്ല, മറിച്ച് അതിനെ എങ്ങനെ വിശ്വസിക്കണമെന്ന് പഠിക്കുകയാണെങ്കിലോ? കാരണം സത്യം ഇതാണ്, നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും എത്ര മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്താലും ജീവിതത്തിൽ എപ്പോഴും അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടാകും. ചില കാര്യങ്ങൾ നടക്കും, ചിലത് നടക്കില്ല. എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും അതിനെ മാറ്റാൻ കഴിയില്ല. അതായത് ജീവിതം നിങ്ങൾ നിർബന്ധിച്ച് കീഴടക്കേണ്ട ഒന്നല്ല, മറിച്ച് നിങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? നിരന്തരം മുന്നോട്ട് തള്ളിവിടുന്നതിന് പകരം നിങ്ങൾക്ക് കാര്യങ്ങളെ സംഭവിക്കാൻ അനുവദിക്കാൻ കഴിയുമെങ്കിൽ, എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനു പകരം നിങ്ങൾക്ക് ജീവിതത്തെ വിശ്വസിക്കാൻ പഠിക്കാൻ കഴിയുമെങ്കിൽ, അവിടെയാണ് അടുത്ത മാറ്റം സംഭവിക്കുന്നത്. അപ്പോഴാണ് ജീവിതം നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം നിങ്ങളിലൂടെ സംഭവിക്കാൻ തുടങ്ങുന്നത്. മനസ്സിലായോ? ഇതാണ് രണ്ടാമത്തെ ലെവൽ. അപ്പോൾ രണ്ടാമത്തെ ലെവൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ ലെവലാണ് നിങ്ങളുടെ ഉള്ളിലേക്കുള്ള യാത്ര. രണ്ടാമത്തെ ലെവലും അതിജീവിച്ച് വരുന്നവരാണ് ഈ മൂന്നാമത്തെ ലെവലിലെത്തുന്നത്. രണ്ടാമത്തെ ലെവലിൽ നിന്നും മൂന്നാമത്തെ ലെവലിലോട്ട് എങ്ങനെയാണ് എത്തിയതെന്ന് നോക്കാം. ജീവിതത്തിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചും ഓരോ ഫലവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുത്താൻ ശ്രമിച്ചും കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തും നമ്മൾ പൂർണ്ണമായി ക്ഷീണിച്ചു കഴിയുമ്പോൾ ഒരു പുതിയ കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. നമ്മുടെ എല്ലാ പരിശ്രമങ്ങൾക്കിടയിലും ജീവിതം എപ്പോഴും പ്രവചനാതീതമായി തുടരുന്നു എന്നത്. നമ്മൾ എത്രത്തോളം മുന്നോട്ട് തള്ളിവിട്ടാലും കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ആസൂത്രണം ചെയ്ത പോലെ നടക്കില്ല. വിജയം താൽക്കാലികമായിട്ട് തോന്നും, സന്തോഷം വരികയും പോവുകയും ചെയ്യും.
ആഴത്തിൽ എന്തോ ഒന്ന് കുറവാണെന്ന് നമുക്ക് തോന്നും, ഒരു തരം ശൂന്യത. അപ്പോൾ ഒരു മാറ്റം സംഭവിക്കുന്നു, ഒരു വലിയ വഴിത്തിരിവ്. നമ്മൾ ഉള്ളിലേക്ക് തിരിയാൻ തുടങ്ങും, അതായത് നമ്മുടെ ഉള്ളിലേക്ക്. പുറം ലോകത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മുടെ ഉള്ളിലുള്ള ലോകത്തെ നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങും. ശരിയല്ലേ? നമ്മുടെ ചിന്തകളെ, വികാരങ്ങളെ, പ്രതികരണങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങും. ഇവിടെ വെച്ചാണ് നമ്മളൊരു വലിയ സത്യം തിരിച്ചറിയുന്നത്. ജീവിതം എൻ്റെ ചുറ്റും സംഭവിക്കുകയല്ല, അതെൻ്റെ ഉള്ളിലാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ ജീവിച്ചു തീർത്ത കാര്യങ്ങളാൽ മാത്രം നിർവചിക്കപ്പെടുന്നില്ല, മറിച്ച് നിങ്ങൾ അവയെ എങ്ങനെ കാണുന്നു എന്നതിനനുസരിച്ചാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഞാനൊരു ഉദാഹരണം പറയാം. ഒരേ സംഭവം രണ്ടാളുകൾക്ക് അനുഭവിക്കാൻ കഴിയും. ഒരാൾക്ക് അതിൽ നിന്നും സമാധാനം ലഭിക്കുമ്പോൾ മറ്റൊരാൾക്ക് അതിൽ നിന്നും ദുരിതം കണ്ടെത്തുന്നു. ഇവിടെയുള്ള വ്യത്യാസം സംഭവം തന്നെയല്ല, മറിച്ച് അവർ അതിനെ കാണുന്ന ലെൻസ്, അതാണ് അവരുടെ കാഴ്ചപ്പാട്. ഇവിടെ വച്ചാണ് ബോധാവസ്ഥയുടെ ഏറ്റവും ആഴത്തിലുള്ള സത്യങ്ങളിൽ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. നമ്മൾ കാര്യങ്ങളെ ഉള്ളതുപോലെ കാണുന്നില്ല, മറിച്ച് നമ്മൾ എങ്ങനെയാണോ അങ്ങനെയാണ് കാണുന്നത്. നമ്മുടെ പഴയ അനുഭവങ്ങൾ, വിശ്വാസങ്ങൾ, ഭയങ്ങൾ ഇവയെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ സംഭവങ്ങൾ നമ്മളിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടാണ് അനുഭവപ്പെടുന്നത്, അല്ലേ? അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ വീടിന് മുന്നിൽ മഴ പെയ്യുന്നു. ചിലർ പറയും, ഹോ, എൻ്റെ പ്ലാൻ എല്ലാം പോയി, ഈ മഴ വലിയൊരു ശല്യമാണ്. എന്നാൽ മറ്റു ചിലർ പറയും, എന്ത് രസമാണ്, നമുക്ക് ചായയൊക്കെ കുടിച്ച് മഴ ആസ്വദിക്കാം, അങ്ങനെ പറയും. ഒരേ മഴ, രണ്ട് വ്യത്യസ്ത അനുഭവങ്ങൾ. എന്താണ് വ്യത്യാസം? നിങ്ങളുടെ കാഴ്ചപ്പാട്. അപ്പോൾ നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങും. എൻ്റെ ധാരണ, അതായത് എൻ്റെ കാഴ്ചപ്പാടാണ് എൻ്റെ അനുഭവത്തെ രൂപപ്പെടുത്തുന്നത് എങ്കിൽ ആരാണ് ശരിക്കും എന്നെ നിയന്ത്രിക്കുന്നത് എന്ന്. നിങ്ങളുടെ കഷ്ടപ്പാട് ലോകത്തിൽ നിന്നല്ല, മറിച്ച് ലോകത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളോട് പറയുന്ന കഥകളിൽ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയും. ഇവിടെയാണ് മാറ്റം തുടങ്ങുന്നത്, പ്രതികരണത്തിൽ നിന്നും പ്രതിഫലനത്തിലേക്ക്. അതായത് ചുറ്റുമുള്ള എല്ലാറ്റിനോടും പെട്ടെന്ന് പ്രതികരിക്കുന്നതിന് പകരം, കോപത്തിലോ ഭയത്തിലോ നിരാശയിലോ മുഴുകുന്നതിന് പകരം നിങ്ങൾ ഒരു നിമിഷം നിർത്താൻ തുടങ്ങും. നിങ്ങൾ നിരീക്ഷിക്കും. നിങ്ങളുടെ വികാരങ്ങൾ എങ്ങനെ ഉയരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കും. അവയുമായി തൽക്ഷണം താരതമ്യം പ്രാപിക്കാതെ ഞാൻ ദേഷ്യക്കാരനാണ് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ തിരിച്ചറിയും, ദേഷ്യം എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ട്. അതൊരു ചെറിയ വ്യത്യാസം പോലെ തോന്നാമെങ്കിലും അതിന് വലിയ ശക്തിയുണ്ടെന്ന്. ആ ബോധാവസ്ഥയുടെ നിമിഷത്തിൽ ശക്തമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു. നിങ്ങൾക്കൊരു സ്പേസ് ലഭിക്കും, ശ്വാസം എടുക്കാൻ ഒരു ഇടം, എങ്ങനെ പ്രതികരിക്കണമെന്ന് തിരഞ്ഞെടുക്കാൻ ഒരിടം, നിങ്ങളുടെ സ്വന്തം പാറ്റേണുകൾ അവയാൽ നിയന്ത്രിക്കപ്പെടാതെ കാണാനൊരിടം. ഒരു മോശം കമൻറ്റ് നിങ്ങളുടെ ദിവസം നശിപ്പിക്കണമെന്നില്ല, ഒരു തിരിച്ചടി പരാജയമാകണമെന്നില്ല, ഒരു പ്രയാസമുള്ള നിമിഷം നിങ്ങളെ പൂർണ്ണമായി നിർവചിക്കണമെന്നുമില്ല. കാരണം ഇപ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ മുഴുകുന്നതിനു പകരം നിങ്ങൾ അവയെ സാക്ഷിയാക്കുകയാണ്. ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ ആരംഭം. പുറം ലോകത്തെ നിയന്ത്രിക്കുന്നതിലൂടെ ലഭിക്കുന്ന സ്വാതന്ത്ര്യമല്ല ഇത്, മറിച്ച് അതിൽ നിയന്ത്രിക്കപ്പെടാതിരിക്കുന്നതിലൂടെ ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണിത്. അങ്ങനെ ഒരു പുതിയ ചോദ്യം ഉയർന്നു വരും. എൻ്റെ കഷ്ടപ്പാട് എൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ എൻ്റെ സമാധാനവും എൻ്റെ ഉള്ളിൽ നിന്ന് വരുമോ? ഇതാണ് ബോധാവസ്ഥയുടെ അടുത്ത തലത്തിലേക്കുള്ള കവാടം. ഇവിടെ ജീവിതം നിങ്ങൾക്ക് വെറുതെ സംഭവിക്കുകയല്ല, നിങ്ങളിലൂടെ പോലും അല്ല, മറിച്ച് നിങ്ങൾക്ക് വേണ്ടിയാണ് സംഭവിക്കുന്നത്. ഓരോ നിമിഷവും, ഓരോ വെല്ലുവിളിയും, ഓരോ സന്തോഷവും, ഓരോ അനുഭവവും നിങ്ങളെ ബോധത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ നയിക്കാൻ ഇവിടെയുണ്ട്. ഇനി നമ്മൾ ആഴത്തിലുള്ള വിശ്വാസത്തിൻ്റെ, സർവം സഹിക്കാനുള്ള കഴിവിൻ്റെ അവസ്ഥയിലേക്ക് നീങ്ങുന്നു. അത് കേൾക്കുമ്പോൾ ഭയം തോന്നുന്നുണ്ടോ? പേടിക്കണ്ട, അതിനപ്പുറം വലിയൊരു സമാധാനവും ഉണ്ട് കേട്ടോ. 3ാമത്തെ ലെവൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 4ാമത്തെ ലെവൽ, ആഴത്തിലുള്ള വിശ്വാസം. നമ്മുടെ ഈ യാത്രയിൽ ഒരു ഘട്ടത്തിൽ ഒരു വലിയ തിരിച്ചറിവ് നമ്മളിൽ ഉദിച്ചുയരും. നമ്മൾ ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന രീതിയെ തന്നെ അത് മാറ്റിമറിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും, അതായത് സന്തോഷകരമായ നിമിഷങ്ങൾ, കഷ്ടപ്പാടുകൾ, നമുക്കുണ്ടായ വലിയ വലിയ നഷ്ടങ്ങൾ, ഇവയൊന്നും യാദൃശികമല്ലെങ്കിലോ? ജീവിതം നിങ്ങൾക്ക് ചുറ്റും വെറുതെ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ല, മറിച്ച് നിങ്ങൾക്ക് വേണ്ടിയാണ് സംഭവിക്കുന്നത് എങ്കിലോ? ഇത് വെറുതെ ഒരു തത്വചിന്തയല്ല, മറിച്ച് പ്രതിരോധത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള
ഒരു വലിയ മാറ്റമാണ്. ജീവിതത്തോട് പോരാടേണ്ട ഒന്നായിട്ടല്ല, മറിച്ച് അത് നിങ്ങളെ വളർച്ചയിലേക്കും ഉണർവിലേക്കും ഒരുപാട് മാറ്റങ്ങളിലേക്കും നയിക്കുന്ന ഒന്നായിട്ട് നിങ്ങൾ കാണാൻ തുടങ്ങുന്ന നിമിഷമാണിത്. ആദ്യമൊക്കെ ഈ ആശയം അംഗീകരിക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും. കാരണം ജീവിതം വേദന നിറഞ്ഞതാണല്ലോ. നിങ്ങൾ എത്രയോ നഷ്ടങ്ങളും നിരാശകളും കടുത്ത ദുരിതങ്ങളും അനുഭവിച്ചിട്ടുണ്ടാകാം. ആ അനുഭവങ്ങൾ എങ്ങനെയാണ് എനിക്ക് അനുകൂലമാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഒരു നിമിഷം നിങ്ങൾ പിന്നോട്ട് നോക്കുക. നിങ്ങൾ ഓർമ്മിക്കും, ഞാനിത് കടന്നു പോകില്ല എന്ന് നിങ്ങൾ കരുതിയ ഓരോ സമയങ്ങൾ. പക്ഷേ നിങ്ങൾ അത്ഭുതകരമായി അതിജീവിച്ചില്ലേ? നിങ്ങളെ തകർത്തു കളഞ്ഞ ഹൃദയവേദനകൾ, പക്ഷെ അത് നിങ്ങളെ കൂടുതൽ തുറന്ന മനസ്സുള്ളവരാക്കിയില്ലേ? അവസാനമാണെന്ന് തോന്നിയ പരാജയം, പക്ഷെ അതൊരു പുതിയ തുടക്കമായിരുന്നില്ലേ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ നിമിഷങ്ങൾ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്തിയവയാണെന്ന് നിങ്ങൾ കാണാൻ തുടങ്ങും. നിങ്ങളുടെ ഏറ്റവും വലിയ പാഠങ്ങൾ നിങ്ങളുടെ ആഴത്തിലുള്ള പോരാട്ടങ്ങളിൽ ഒളിഞ്ഞിരുന്നവയാണ്. ജീവിതം നിങ്ങളെ ശിക്ഷിക്കുകയായിരുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അത് നിങ്ങളെ ഒരുക്കുകയായിരുന്നു. നിങ്ങൾ ആയിത്തീരേണ്ട വ്യക്തിയായി നിങ്ങളെ രൂപപ്പെടുത്തുകയായിരുന്നു. ഓരോ വെല്ലുവിളിയും, ഓരോ തിരിച്ചടിയും, ഓരോ വേദനയുടെ നിമിഷവും അത് നിങ്ങളെ മാറ്റിയെടുക്കുകയായിരുന്നു. ഈ തിരിച്ചറിവ് ആഴത്തിലാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒന്ന് അലിഞ്ഞു പോകാൻ തുടങ്ങും. നിങ്ങൾ ചോദിക്കാതിരിക്കും, എന്തുകൊണ്ടാണിത് എനിക്ക് സംഭവിക്കുന്നതെന്ന്. പകരം നിങ്ങൾ സ്വയം ചോദിക്കും, ഇതെന്നെ എന്ത് പഠിപ്പിക്കാനാണ് ഇവിടെ വന്നതെന്ന്. ഇവിടെയാണ് സറണ്ടർ, അതായത് സമർപ്പണം എന്ന മഹത്തായ പരിശീലനം ആരംഭിക്കുന്നത്. കീഴടങ്ങൽ ഇത് എന്ന് വെച്ചാൽ തോൽവി സമ്മതിക്കുകയൊന്നും അല്ല കേട്ടോ, മറിച്ച് കൈയൊഴിയുക എന്നതാണ്. എല്ലാം നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യം ഉപേക്ഷിക്കുക. എന്താണോ സംഭവിക്കുന്നത് അതിനെ ചെറുക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക. ജീവിതത്തോട് തന്നെ പോരാടേണ്ട ആവശ്യമില്ല എന്ന് തിരിച്ചറിയുക. കാരണം ഇപ്പോൾ നിങ്ങൾ ഒരു ആഴത്തിലുള്ള സത്യം മനസ്സിലാക്കുന്നു. എല്ലാം എൻ്റെ ഏറ്റവും വലിയ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് സംഭവിക്കുന്നത്. അത് വേദനാജനകമാകുമ്പോൾ പോലും, ആ നിമിഷത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തപ്പോൾ പോലും, ജീവിതം തകർന്നടിയുന്നതായിട്ട് തോന്നുമ്പോൾ പോലും നിങ്ങൾ വിശ്വസിക്കുന്നു ഒരു വലിയ ശക്തി എനിക്ക് പിന്നിലുണ്ടെന്ന്. ഒരു അദൃശ്യമായ ബുദ്ധി നിങ്ങളെ നിയന്ത്രിക്കുന്നു, രൂപപ്പെടുത്തുന്നു. നിങ്ങൾ എത്തിച്ചേരേണ്ട സ്ഥലത്ത് കൃത്യമായി എത്തിച്ചേരുന്നു. അതുകൊണ്ട് ചെറുക്കുന്നതിന് പകരം നിങ്ങൾ തുറന്നു കൊടുക്കാൻ തുടങ്ങും. സന്തോഷകരമോ വേദനാജനകമോ ആകട്ടെ, ഓരോ അനുഭവത്തെയും നിങ്ങൾ ആകാംക്ഷയോടെ നേരിടും. ഭയത്തിന് പകരം ജിജ്ഞാസയോടെ, അസ്വസ്ഥതകളിൽ നിന്ന് ഓടി ഒളിക്കുന്നതിന് പകരം അതിന് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് നിങ്ങൾ കേൾക്കാൻ തുടങ്ങും. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം, ജീവിതം നിങ്ങൾക്കെതിരല്ല, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ഒരു പുതിയ ചോദ്യം ഉയർന്നു വരും അല്ലേ? നമ്മൾ പൂർണ്ണമായും ജീവിതത്തിന് കീഴടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? അടുത്ത ലെവലിൽ ഇതിനുള്ള മറുപടി ഉണ്ട്. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് 4ാമത്തെ ലെവലായിരുന്നു. ഇനി 5ാമത്തെ ലെവൽ, അനായാസമായ ഒഴുക്ക്. അതായത് എല്ലാം എന്നിലൂടെ സംഭവിക്കുന്നു എന്ന ചിന്ത. ഇപ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു ഫ്ലോ ആകുന്നു. ലെവൽ 5. ഇവിടെ നിങ്ങളുടെ ശ്രമങ്ങൾ, നിങ്ങളുടെ പോരാട്ടങ്ങൾ ഇവയെല്ലാം മാറി. നിങ്ങളുടെ ജീവിതം ഒരു എഫേർട്ട്ലെസ് ആക്ഷൻ്റെ ഒഴുക്കിലേക്ക് മാറുന്നു. ഇനി ഇത് ഞാൻ കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി വിശദമാക്കി പറയാം. ജീവിതത്തിനെതിരെ കഷ്ടപ്പെട്ട് പോരാടിയും അതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചും ചെറുത്തും ഒരു പ്രത്യേക രൂപത്തിലേക്ക് മാറ്റാൻ നിർബന്ധിച്ചും നിങ്ങൾ പൂർണ്ണമായും ക്ഷീണിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ താളം, ഒരു പുതിയ ഒഴുക്ക് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. എപ്പോഴും തള്ളിവിടേണ്ടതിൻ്റെ, കഷ്ടപ്പെടേണ്ടതിൻ്റെ, കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പാടുപെടേണ്ടതിൻ്റെ ആ പഴയ ആവശ്യം പതിയെ മങ്ങാൻ തുടങ്ങും. പകരം ജീവിതം നിങ്ങളിലൂടെ ഒഴുകാൻ തുടങ്ങും. ഇത് കേൾക്കുമ്പോൾ രസകരമായി തോന്നുന്നില്ലേ? ഇതാണ് അനായാസമായ പ്രവർത്തനത്തിൻ്റെ, അതായത് എഫേർട്ട്ലെസ് ആക്ഷൻ്റെ ഘട്ടം. ജീവിതം പെട്ടെന്ന് എളുപ്പമാകുന്നു എന്ന അർത്ഥത്തിലല്ല ഇത് പറയുന്നത്, മറിച്ച് കാര്യങ്ങൾ കൂടുതൽ ക്രമീകരിക്കപ്പെടുന്നു, യോജിക്കുന്നു, നിരപ്പിലാകുന്നു എന്ന അർത്ഥത്തിലാണ്. സർഗാത്മകത അനായാസമായി നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരും. ഈ സമയത്ത് ഒരുപാട് ചിന്തിച്ച് തലപുണ്ണാക്കുന്നതിൽ നിന്നല്ല പ്രചോദനം വരുന്നത്, മറിച്ച് ഉള്ളിലേക്ക് ആഴത്തിൽ ശ്രദ്ധിക്കുമ്പോഴാണ്. കാര്യങ്ങൾ
സ്വയം കണ്ടുപിടിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇല്ലാതാകും. പകരം ആശയങ്ങളും പരിഹാരങ്ങളും യാദൃച്ഛികതകളും സ്വാഭാവികമായി ഉയർന്നു വരും. ജീവിതം തന്നെ നിങ്ങളെ നയിക്കുന്നത് പോലെ തോന്നും. ഒരു ദിവസം രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ ആഴ്ചകളായി നിങ്ങൾ വിഷമിച്ചു കൊണ്ടിരുന്ന ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു ഉൾക്കാഴ്ച നിങ്ങളുടെ മനസ്സിലേക്ക് വരും. നിങ്ങൾ കൃത്യസമയത്ത് ശരിയായ വ്യക്തിയെ കണ്ടുമുട്ടും. നിങ്ങൾക്ക് കേൾക്കേണ്ട വാക്കുകളുമായി ഒരു പുസ്തകം നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടും. യാദൃച്ഛികതയാണോ ഇതെല്ലാം? തീർച്ചയായും അല്ല. ഇത് ജീവിതത്തിൻ്റെ ബുദ്ധി നിങ്ങളിലൂടെ ചലിക്കുന്നതാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഈ ഒഴുക്കിനെ, അതായത് ഈ പ്രക്രിയയെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അത് സമർപ്പണത്തിൽ തുടങ്ങുന്നു. ബലഹീനതയുടെ കീഴടങ്ങളല്ല ഇത്, മറിച്ച് പ്രതിരോധം ഉപേക്ഷിക്കലാണ്. നിങ്ങളാണ് എല്ലാം കണ്ടുപിടിക്കേണ്ടതെന്നും കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകണമെന്നും ജീവിതത്തെ ഒരു രൂപത്തിലേക്ക് മാറ്റണമെന്നുമുള്ള വിശ്വാസം ഉപേക്ഷിക്കലാണ്. നിങ്ങൾ ജീവിതത്തെ ചെറുക്കാതിരിക്കുമ്പോൾ അസാധാരണമായ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ജീവിതം വിശ്വസനീയമാണ്. അതെല്ലായ്പ്പോഴും പ്രവചിക്കുന്ന ഒന്നായിരിക്കില്ല. അത് എല്ലായ്പ്പോഴും സുഖകരമായിരിക്കില്ല. പക്ഷെ അതെപ്പോഴും സംഭവിക്കേണ്ട രീതിയിൽ തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ഒരിക്കൽ എതിർത്ത തടസ്സങ്ങൾ നിങ്ങളെ തടയാൻ ഉദ്ദേശിച്ചിട്ടുള്ളതൊന്നുമല്ല, അവ നിങ്ങളെ രൂപപ്പെടുത്താനുള്ളതായിരുന്നു. ജീവിതത്തിലെ വഴിതെറ്റിയ യാത്രകൾ ഒരിക്കലും തെറ്റായിരുന്നില്ല. അവ നിങ്ങളെ കൂടുതൽ വലിയ ഉന്നതിയിലേക്ക് നയിക്കുകയായിരുന്നു. നിങ്ങളിത് എത്രത്തോളം വിശ്വസിക്കുന്നുവോ അത്രത്തോളം ജീവിതം നിങ്ങളിലൂടെ കൂടുതൽ സ്വതന്ത്രമായി ഒഴുകും. തീരുമാനങ്ങൾ കൂടുതൽ വ്യക്തമാകും. ശരിയായ അവസരങ്ങൾ കൃത്യമായി പ്രത്യക്ഷപ്പെടും. ജീവിതവുമായി ഒരാഴത്തിലുള്ള അടുപ്പം നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ നടക്കേണ്ട പാതയിലൂടെ ഒടുവിൽ നടക്കുന്നത് പോലെ. നിങ്ങൾ അതിനെ നിർബന്ധിച്ചത് കൊണ്ടൊന്നുമല്ല, മറിച്ച് നിങ്ങൾ അതിനെ അനുവദിച്ചത് കൊണ്ടാണ്. എന്നിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതും അവസാനത്തെ പടിയല്ല. കാരണം ജീവിതം നിങ്ങളിലൂടെയാണ് സംഭവിക്കുന്നതെങ്കിൽ ആരാണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ? അതാണ് നമ്മുടെ ഈ യാത്രയുടെ പരമമായ തിരിച്ചറിവ്. അത് അടുത്ത ലെവലിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇനി 6ാമത്തെ ലെവലാണ് പരമമായ ഐക്യം. നിങ്ങൾ തന്നെയാണ് ജീവിതം, എല്ലാം ഞാൻ തന്നെ എന്ന ചിന്ത. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഘട്ടം, 6th ലെവൽ. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ തന്നെയാണ് ജീവിതം എന്ന്. അതായത് നമ്മുടെ ഈ ബോധാവസ്ഥയുടെ യാത്രയുടെ അവസാന ഘട്ടമാണിത്. ഇവിടെയാണ് ഏറ്റവും വലിയ തിരിച്ചറിവ് നമ്മളിൽ ഉദിച്ചുയരുന്നത്. ഇത്രയും കാലം നമ്മൾ വിശ്വസിച്ചിരുന്ന ജീവിതം നമ്മളിൽ നിന്ന് വേറിട്ട ഒന്നാണെന്നും അത് നമുക്ക് സംഭവിക്കുന്ന ഒന്നാണെന്നും നമ്മൾ അതിനെ നിയന്ത്രിക്കേണ്ട ഒന്നാണെന്നും അല്ലെങ്കിൽ നമ്മൾ അതിന് കീഴടങ്ങേണ്ട ഒന്നാണെന്നും ചിലപ്പോൾ അത് നമ്മളിലൂടെ ഒഴുകിപ്പോകുന്ന ഒന്നാണെന്നും ഒക്കെയാണ്. എന്നാൽ ഇപ്പോൾ ഇതിനെല്ലാം അപ്പുറം ആഴത്തിലുള്ള ഒരു സത്യം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ജീവിതം ഒരിക്കലും നിങ്ങൾക്ക് പുറത്തായിരുന്നില്ല. അത് മനസ്സിലാക്കേണ്ട, നിയന്ത്രിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളിലൂടെ ഒഴുകാൻ അനുവദിക്കേണ്ട ഒന്നായിരുന്നില്ല. കാരണം ജീവിതം നിങ്ങളാണ്. ഇതാണ് പരമമായ ഏകത്വബോധം. ഇവിടെ ഓരോ മിഥ്യാധാരണകളും അലിഞ്ഞുതീരുന്നു. അന്വേഷണങ്ങളും പ്രയത്നങ്ങളും ചെറുത്തുനിൽപ്പുകളും എല്ലാം അവസാനിക്കുന്നു. ഇവിടെ നിങ്ങളൊരു വ്യക്തിയായി ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്നില്ല, അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. പകരം നിങ്ങൾ തിരിച്ചറിയുന്നു, നിങ്ങൾ തന്നെയാണ് ജീവിതം, അത് നിങ്ങളിലൂടെ സ്വയം അനുഭവിക്കുകയാണ്. ഇത് എപ്പോഴും ഇങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങളത് ഓർക്കുന്നു, നിങ്ങളത് തിരിച്ചറിയുന്നു. ഇവിടെ ഇനി ഞാനെന്നും പ്രപഞ്ചമെന്നും ഒന്നും ഒരു വേർതിരിവില്ല. നിരീക്ഷകനും നിരീക്ഷിക്കപ്പെടുന്നതും തമ്മിൽ ഭേദമില്ല. മിഥ്യാബോധം പൂർണ്ണമായി മാഞ്ഞു പോകുന്നു. അവശേഷിക്കുന്നത് ഒരൊറ്റ അനന്തമായ അതിരുകളില്ലാത്ത സാന്നിധ്യം മാത്രമാണ്. ഈ അറിവിൽ നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നു. ഒരിക്കൽ വളരെ പ്രധാനമെന്ന് തോന്നിയ ഭയങ്ങളും സംശയങ്ങളും പോരാട്ടങ്ങളും എല്ലാം അവരുടെ ഭാരം നഷ്ടപ്പെട്ട് അപ്രത്യക്ഷമാകും. ഒരിക്കൽ സങ്കീർണമായിരുന്നത് ഇപ്പോൾ വളരെ ലളിതമായി തോന്നും. ഒരിക്കൽ വേദനാജനകമായിരുന്നത് ഇപ്പോൾ പൂർണ്ണമായി തോന്നും. കാരണം നിങ്ങൾക്ക് പുറത്തൊന്നില്ല, നിങ്ങൾക്ക് എതിരായി ഒന്നും പ്രവർത്തിക്കുന്നില്ല, ചെറുത്ത് നിൽക്കാനോ ഒന്നുമില്ല.
നക്ഷത്രങ്ങളെ ആകാശത്തിലൂടെ ചലിപ്പിക്കുന്ന അതേ ശക്തി, തിരമാലകളെ തീരത്തേക്ക് കൊണ്ടുവരുന്ന അതേ ശക്തി, വസന്തത്തിൽ പൂക്കളെ വിരിയിക്കുന്ന അതേ ശക്തി, ആ ശക്തി നിങ്ങളാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങൾ അതിൽ നിന്ന് ഒരിക്കലും വേറിട്ടതായിരുന്നില്ല. നിങ്ങൾക്കതിനെ കണ്ടെത്തേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല. കാരണം നിങ്ങളതാണ്. നിങ്ങൾ തന്നെയാണ് അനന്തമായ ഊർജം. ഈ നിമിഷം മാത്രം, ഇപ്പോൾ മാത്രം ജീവിതം നിങ്ങളായി തന്നെ സ്വയം അനുഭവിക്കുന്നു. ഈ അവസ്ഥയിൽ ഇനി പോരാട്ടങ്ങളില്ല, ഭയമില്ല, ഒന്നും ശരിയാക്കാനോ മാറ്റാനോ ഒന്നുമില്ല. കാരണം എല്ലാം കൃത്യമായി ഇരിക്കേണ്ടതുപോലെയാണ്. അതെപ്പോഴും അങ്ങനെയായിരുന്നു, എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കും. ഈ അവസാന തിരിച്ചറിവിൽ ഒരാഴത്തിലുള്ള സമാധാനം നിങ്ങളെ കീഴടക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സമാധാനം. സാഹചര്യങ്ങളോ നേട്ടങ്ങളോ ബാഹ്യ സാഹചര്യങ്ങളോ ആയി ബന്ധമില്ലാത്തൊരു സമാധാനം, വരികയും പോവുകയും ചെയ്യാത്തൊരു സമാധാനം. അതെപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ കാണാനായി കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല, ഒന്നും കണ്ടുപിടിക്കാനുമില്ല, ഒന്നും പിന്തുടരാനുമില്ല. ഒരൊറ്റ കാര്യം മാത്രം അവശേഷിക്കുന്നു. എല്ലാം ശുഭമാണ്.